ഹലോ ഗേയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ഗെയിം കളിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാനി 4 മോർച്ചറി മാഡ്നെസ് എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം കളിക്കുന്ന ഒരു ഗെയിമായിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്രാനിയുടെ ഈ ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈസി ഇട്ടൊന്ന് കളിച്ച് നോക്കാം നമുക്ക്. എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫസ്റ്റായിട്ട് കളിക്ക് പോകുമ്പം. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ബാ, ഇത് സ്റ്റാർട്ടാകുമ്പോൾ ഇങ്ങനെ ടൈം എടുക്കുന്നില്ലേ? ഓക്കെ, A1 ആ കൊള്ളാളി അതേണ്ടത് നോക്കിയേ. സീനല്ലേ, ഒരു ഹോസ്പിറ്റല്. ഇതേതാണ് ഗെയിം? പിന്നെ നമുക്ക് ചാടാനൊക്കെ പറ്റുമല്ലേ? ഇതേതാ ഗെയിം? ഇത് നമ്മുടെ എന്താ റിബലേഷൻ അല്ലേ? ആ തന്നെ, ഗ്രാനി ഫോർ ദ റിബലേഷൻ. ആ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. കൊള്ളാം. ഇത് വേറെ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇത് തന്നെ കാണിക്കുന്നത്. ഐ നീഡ് റെഡ് കീ. ഞാൻ ഇവിടെ ഒരു കീ ഉണ്ടായിരുന്നു. അതേണ്ട, ഇത് തന്നെ റെഡ് കീ. ബാ, തുറക്കാം ബാ. ഇവിടെ ഇഷ്ടംപോലെ റൂമൊക്കെ ഉണ്ട് കേട്ടാ. ഇതെന്തോ സംഭവം? നമ്മൾ ഇംഗ്ലീഷിൽ ഇത്തിരി പുറകോട്ടൊക്കെ ആയതുകൊണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ? ഇതൊന്നും തുറക്കാൻ പറ്റത്തില്ലല്ലേ. ഈ ഗെയിം നമ്മൾ മാക്സിമം നമ്മൾ ഫിനിഷ് ചെയ്യാൻ നോക്കും. നമുക്കൊരു ബ്ലൂ കീ വേണം. അതേ വന്ന് കയറിയില്ല, എനിക്കറിയാൻ വരുമെന്ന്. നമ്മളെ വരവേൽക്കാൻ ഗ്രാനി എന്നെ ഫസ്റ്റ് വരും. ഇനി ഗ്രാൻഡ് പേര് എവിടെ പോയി കിടക്കണമെന്ന് അറിഞ്ഞില്ല. ഗ്രാനി ഫസ്റ്റ് വരും. ബാ നമുക്ക് കറക്കിച്ച് പോവാം. ബാ, വലിയ സ്ഥലമാണ് കേട്ടോ. ഇത് വലിയ സ്ഥലമാണ്. വെയിറ്റ് ഇവിടെ ഒന്ന് ഒളിച്ച് നോക്കിയാലോ? എന്നെ പിടിക്കൂ. നൂബ് കം ഹിയർ ക്യാച്ച് മീ കം ഹിയർ നൂബ്. ഇല്ലടാ പാവൂടാ. ഇല്ലേ, ഗ്രാനിക്ക് നടുവേദനയാ ഭയങ്കര. ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കുനിയാൻ പറ്റത്. ദേണ്ടറ വന്നറ. ഇപ്പം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായല്ലോ. കൊള്ളാമല്ലോ. ഗ്രാൻഡ് വെടി വെക്കുമോ നമ്മൾ? ഇല്ലെന്ന് തോന്നില്ലേ. ഗ്രാൻഡ് താഴെയൊക്കെ വെടിയൊക്കെ അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവർ പോയിട്ട് വേണം എനിക്ക് ചെല്ലാൻ. എന്തുവാടെ ഇത്, ബോറടിപ്പിക്കുന്നല്ലേ. ഒരു തോനെ നേരം എടുക്കും. ബാ നമുക്കെന്തായാലും അപ്പുറം സൈഡിലേക്ക് കയറണം. ബാ, താഴ്ഭാഗം മൊത്തം സെർച്ച് ചെയ്യണം. ഇവിടെ ലോക്കാ. ഇപ്പം മണ്ടയിൽ കയറി നോക്കാം. ബാ, ഫോളോ മീ. വെയിറ്റ്. ഇതെന്ത് നോക്കട്ട്. ഡേറ്റ് ഉണ്ടോ? 2027. ഇതൊരു ഫ്യൂച്ചറിലാണ് ആളിയാ താമസിക്കുന്നത്. ഇവിടെ 2027. വാവ്, അമേസിങ്. ഈ 2027 താമസിക്കുന്നത് കേട്ടാ. എൻ്റെ പൊന്ന്, ഇത് ഫീമെയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതോ ഒരു പെങ്കൊച്ചിൻ്റെ റിസൾട്ടാണ്. വെയിറ്റ്, ഡോക്ടറിൻ്റെ നെയിം ഉണ്ടോ നോക്കട്ടെ. ഡോക്ടറിൻ്റെ പേരില്ല. അളിയത് ഇത് അതിനകത്ത് എഴുതിക്കണല്ലോ, ഫിസിഷ്യൻ സിഗ്നേച്ചർ എന്നങ്ങാണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിക്കായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നതാണല്ലേ. അപ്പോൾ വണ്ടർഫുൾ. ബാ നമ്മൾ കളിക്കാത്ത ശ്രദ്ധിക്കാൻ. ഇനി കളിക്കാത്ത ഫോക്കസ് ചെയ്യാം. നമുക്ക് കളിക്കാം. ഇത് വലിയ ഹോസ്പിറ്റലാണ്. ഇതിനകത്ത് 3 നിലയിൽ നിന്നാണെന്ന് തോന്നുന്നു. 3 നില താഴെ അണ്ടർഗ്രൗണ്ട് റൂട്ടും ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ, ഒരു തടി വെച്ച് അടച്ചിട്ടിരിക്കുന്ന. വന്നല്ലോ നമുക്ക് ഇവിടെ അയക്കാം. ഇവിടെ വരുമ്പോൾ കറക്കി. എന്നാ സിറിഞ്ച് എന്താ വേണമെന്ന് തോന്നുന്നു കേട്ടോ. സിറിഞ്ച് എടുക്കണമെങ്കിൽ ബാബു ആ വഴി. ഓക്കെ, എനിക്ക് സ്ഥലം അത്ര പരിചയമില്ല. ഇവിടെ വിളിച്ചു നോക്കാം. നിങ്ങളെ പിടിക്കാൻ നോക്കട്ടെ. പോയെന്ന് തോന്നുന്നല്ലേ. പോയില്ലേ? വെളിയിറങ്ങി നോക്കാം. പോയെന്ന് തോന്നുന്നു. നമ്മൾ കുനിഞ്ഞു പോവാം. എണീറ്റ് ചെന്ന് കഴിഞ്ഞാൽ വേഗം നമ്മളെ പിടിക്കും. കുനിഞ്ഞു പോയാൽ പിടിക്കാൻ പറ്റത്തില്ല. അവർ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടിന് വലിയ പ്രശ്നവും കാണും. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ.
ബാ നമുക്കെന്നാലും നോക്കാം. ദേ നോസ്ഫെറാറ്റോ. ഗ്രാനി അവനെ കൊന്ന് തള്ളിയും തോന്നുന്നു കേട്ടോ. അവിടെ എനിക്ക് പണ്ടേ വൈരാഗ്യം എന്തായാലും, എന്നാലും ഗ്രാനി കൊന്ന് തള്ളിയത് വലിയ കാര്യമായിപ്പോയി. അതേണ്ടരാ ഗ്രാൻഡ് പോ വരുന്നില്ലേ, കൊള്ളാമല്ലോ. ബാ പോവാം. ഇയാൾ കണ്ണു വെച്ചിന് വല്ലതും വെടിവെച്ചാലേ. ഇങ്ങനത്തെ സാധനം 5-6 സ്ഥലത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നന്നായി. അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് വിളിച്ചിരിക്കാല്ലേ. ഗ്രാൻഡ് വരുന്നുണ്ട്. വെളിയിൽ പോയല്ലേ ഇനി തന്ത പോയി കാണും. വെളിയിൽ നമുക്ക് പോകാം. ബാ പോയെന്ന് തോന്നുന്നു. ബാ പോവാ. ഇവിടെ ഹെൽപ്പ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ദേ പോണ്. ഈ ഗ്രാനിതെ ഇവിടെയൊക്കെ ഇത് സാധനം കൊണ്ട് വെച്ചിരിക്കുന്നു. എന്തോത്തിനാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ പിന്നെ ഇത്തിരി ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇത് തുറക്കാൻ പറ്റുമോ ആ സാധനം? ഇവിടെയും ഡോറുണ്ടല്ലേ. ഇവിടെ മിക്ക സാധനം തുറക്കാനൊന്നും പറ്റുന്നില്ല. ബാബാ നമുക്കിവിടെ ഉള്ള എല്ലാം തപ്പണം. ലിഫ്റ്റ് പക്ഷെ വർക്കാവുന്നില്ല. ഇവിടെ ഉള്ള എല്ലാം തപ്പണം. അതാണ് നമ്മുടെ ദൗത്യം. എല്ലാം തപ്പണം. തപ്പി എല്ലാം കണ്ടുപിടിക്കണം. അവർ വരുന്ന വരെ ടൈമുള്ളൂ. വേഗം ഇവിടെ എന്തോ സ്ഥലം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതൊക്കെ ഭയങ്കര വലിയ സ്ഥലമാണ്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല. ഇത് തോനെ നേരെ എടുക്കുമെന്ന് തോന്നുന്നു. ഇത് കോഡടിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കോഡൊക്കെ എഴുതി വെച്ച് കാണും. അങ്ങനെയാണ് മിക്ക ഗ്രാനിയിൽ. ഇത് ഗ്രാനിയുടെ ശരിക്കുള്ള ആൾക്കാരുണ്ടാക്കിയ ഗെയിം അല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കളിക്കാം. ബാ നോക്കട്ടെ. ഈ സ്ഥലത്തല്ലേ ഞാനിപ്പോൾ നേരത്തെ കയറിയത്. സ്ഥലട്ടെ പോട്ടെ. എല്ലാ സ്ഥലവും നമുക്കിവിടെ എല്ലാ സ്ഥലവും നമുക്ക് മിക്ക സ്ഥലം ഇവിടെ ചെക്ക് ചെയ്യണം. നമുക്ക് എല്ലാ സ്ഥലവും ഇവിടെ ചെക്ക് ചെയ്യണം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് വലിയൊരു സ്പേസാണ്. ഈ ചോര എന്ത് പറയുന്നുണ്ടോ? ഇത് നോസ്ഫെറാറ്റോ ഇല്ലേ വലിച്ചെടുത്തുകൊണ്ടുപോയപ്പോൾ വന്ന ചോരയാണ്. തരയെ കൂടി ഉരച്ചല്ലേ കൊണ്ടുപോയത്. ഇവിടെ കൂടി പോയി നോക്കാം. ഇത് ഏത് സ്ഥലത്തെത്തും? ഞാൻ നേരത്തെ കയറിയ സ്ഥലത്ത് തന്നെയല്ലേ എത്തിയത് തന്നെ. എനിക്ക് അത് ഗ്രാനിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാതെ ആ വഴി യൂസ് ചെയ്യാം. ഗ്രാനിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനേ ആ വഴി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോവാം. ദേ വരുന്നു. അതിൻ്റെ വടി കണ്ടാലേ എനിക്ക് മനസ്സിലാവും ഗ്രാനി വരുന്നത്. വേഗം പോട്ടെ. നമുക്ക് ഇത് കളിച്ച് മൊത്തം തീർക്കണം. ഇങ്ങനെ പോകാം. അയ്യോ സ്ക്രീൻ മൊത്തം ബ്ലാക്കായി. ഇതെങ്ങനെ പറ്റി? ഇപ്പം റെഡി. വലിയ ഗ്ലിച്ച് വല്ലതും ആയിരിക്കും. മൊത്തത്തിൽ തിരിച്ചു ഒന്നും പറ്റില്ല. ഇവിടെ കയറി ഇരിക്കാം. ഗ്രാനിക്ക് നടുവേദന ആയതുകൊണ്ട് കുഞ്ഞ് കയറാൻ പറ്റില്ല. നൂബ് കം ഹിയർ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. നൂബ് യു എ നൂബ്. ഇതില്ലേ ഇത്തിരി ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ കോഡ് കിട്ടി 2906 വേഗം ഫാസ്റ്റ്. ഇതിനകത്ത് സ്പീഡ് കുറവാണെന്ന് തോന്നുന്നല്ലോ. വേഗം 2906 കറക്റ്റ്. ഞാൻ ബ്ലൂക്കി എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ മനുഷ്യന്മാർക്ക് കയറിക്കൂടെന്ന്. റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇതേണ്ട ഒരു ഡോക്ടർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഇതാണ് ഡോക്ടർ. ഇവരെ തല്ലിക്കൊന്നിട്ടാണ് ഇപ്പോൾ അവർ ഈ സ്ഥലം കൈക്കലാക്കിയിരിക്കുന്നത്. നമുക്ക് വേഗം പോവാം. എന്തായാലും ടൈം ടു ഗോ വേഗം. ആരും കാണത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ തുറക്കാൻ പറ്റുമല്ലേ? എല്ലാ സ്ഥലവും തുറന്ന് നോക്കണം എനിക്ക്. ഇവിടെ പുറകിലും ഇതും കണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട തുറക്ക. ഇവിടെ ഒന്നും ഇല്ല. എല്ലാം തള്ളിയിട്ട് ഫോട്ടോ തള്ളിയിട്ട് മിക്കവാറും ഇപ്പോൾ അവരിപ്പോൾ വരും കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. വാ നമുക്കെന്തായാലും പോവാം. ബാ. ഇവിടെ ഒരാളുണ്ടല്ലേ. ഇവിടെ പിടിച്ചിടാ. എന്ത് വേടേ ഡേ 2. നമുക്കില്ലേ ഞാൻ അവിടെ പോയി ബ്ലോക്കി എടുക്കേണ്ടി വരും. ചത്ത സ്ഥലത്ത് നമ്മളിവിടെയാണല്ലോ സ്പോണായത്. നമുക്ക് വേഗം പോയി ബ്ലോക്കി എടുക്കാം. അത് ഈ ആംബുലൻസ് കീയാ. പിന്നെ ആംബുലൻസ് എസ്കേപ്പ് ഒക്കെ ഉണ്ട്. ആംബുലൻസ് എസ്കേപ്പ്. എന്തായാലും നമുക്ക് ബ്ലോക്കിയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ബ്ലോക്കി പോയി എടുത്തിട്ട് വരാം.
ഈ റൂം മറ്റേ റൂം നമുക്ക് വേഗം മണ്ടയിലേക്ക് പോകാം. അതേ വന്ന് കണ്ട പ്രൊഫഷണൽ പ്ലെയർ ഗ്രാനിയമ്മുമ്മ നമ്മളെ പിടിയമ്മുമ്മ വേഗം പിടിഞ്ഞൂബേ. ബോട്ട് അയ്യനെ കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പോലും കണ്ടില്ല. ഇവര് പോയിട്ട് വേണം ഇനി മണ്ടയിലേക്ക് പോകാൻ. വേഗം മണ്ടയിലേക്ക് പോവാം. അവർ പോട്ട്. ഞാൻ ഇതുവരെ പോയി ബ്ലോക്കി എടുക്കട്ടെ വേഗം പോയിട്ട്. ഓനെ നേരം ഞാൻ താഴെ നിന്ന് ഇറങ്ങുന്നത്. ഗ്രാനി ആ അവിടെ ചുറ്റിപ്പറ്റി ഇരിക്കുമായതുകൊണ്ടാണ് ഞാൻ അവിടെ പെട്ടുപോയത്. അപ്പം അതിന് എന്തായാലും പോയി എടുത്തിട്ട് വരാം അല്ലേ. എല്ലാവരും പോയി കാണുമെന്ന് വിശ്വസിച്ച് കൊണ്ട് ഞാൻ ഇതേ പോകും. എൻ്റെ പുറകിലുണ്ടായിരുന്നേ. എവിടെ ഇരിക്കുന്നു കറക്റ്റ് ടൈമിൽ തന്നെ വന്നോളൂ ഗ്രാനി. ഇനി വളയം വെട്ടിച്ചിനി മണ്ടേ പോകണം. അതിന് ശേഷം അത് എടുത്തുകൊണ്ട് വരണം. ഭയങ്കര കഷ്ടപ്പാടാണല്ലോ ഗെയ്സ്. എന്തായാലും ചിലപ്പോൾ ഉള്ള ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വല്ലതായിരിക്കും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന പാർട്ട് ഇടാൻ പറ്റുക. എന്നാലും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഇനി എന്തായാലും ഇതില്ലേ ചെകുത്താൻ്റെ കടലിൽ നടുക്കെന്ന് പറഞ്ഞ പോലെ ആയി. ഗ്രാനി പോയപ്പോൾ അതേ ഗ്രാൻഡ് വന്നു. ഇനി ഇവൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഇപ്പുറത്തേക്ക് വന്നാൽ ഇപ്പുറത്തേക്ക് വരും, അപ്പുറത്തേക്ക് പോയാൽ അപ്പുറത്തേക്ക് പോകും. അത് കൊള്ളല്ലോ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമെന്ന് നോക്കട്ടെ. ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ചിലപ്പോൾ പിടിച്ചാലാ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പിടിച്ചെന്ന് വന്നു. ചിലപ്പോൾ പിടിച്ചാലാ പിടിക്കത്തില്ലെന്ന് തോന്നുന്നു. വേണ്ട അപ്പുറത്തേക്ക് വരുന്നു. നമുക്ക് വിളിച്ചടിപ്പിക്കാം. ബ്രേക്ക് ഡാൻസ്. ഗ്രാൻഡ്പയുടെ ബ്രേക്ക് ഡാൻസ്. നിന്ന് വേഗം പോവാൻ അങ്ങോട്ട്. ഇവിടെ തന്നെ കുത്തിയിരിക്കുക. മണ്ടയിലേക്ക് പോണ്. എനിക്ക് മണ്ടയിലേക്കാണല്ലേ പോകണ്ട. അതേ സ്ഥലത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക ഗ്രാൻഡ്പ. ഇത് കഷ്ടമാണെന്നറിയാവോ. ഇവിടെ ഞാൻ നേരത്തെ തുറന്നു നോക്കിയായിരുന്നു. ഇതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. സേഫ് കീ കിട്ടി. പക്ഷെ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനും കയ്യിലെടുത്തേക്കാം അല്ലേ. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ബ്ലൂ കീ പോയി എടുക്കണം. ബ്ലൂ കീ എടുത്തിട്ട് ബ്ലൂ കീ എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. സേഫ് കീ എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ കാണും. അയ്യോ ഞാൻ ഇതിനകത്ത് കുടുങ്ങിയേ. ഞാൻ പോലും അറിഞ്ഞില്ല. ഇല്ലട്ടെ. അവിടെ ഇഷ്ടംപോലെ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. വേണ്ട ബ്ലൂ കീ കിട്ടി. പോട്ടെ. സെറ്റ് അടിപൊളി. പോട്ടെ. വേഗം പോണം. നമ്മുടെ ഡേ 3 അല്ലേ. വീണ്ടും ചത്ത്. ഈ ഗതി വേറെ ആർക്കും എടുത്തല്ലേ. ഇപ്പം എത്രയായി? ഇപ്പോഴാണല്ലേ ഡേ 3 ആയത്. ഇതൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്തായാലും മാക്സിമം വേഗം തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ. നോക്കട്ടെ. ഫസ്റ്റ് നമുക്ക് മണ്ടേ പോയിട്ട് ബ്ലൂ കീ എടുക്കണം. ബ്ലൂ കീ എടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി. നമുക്ക് പോയിട്ട് ബ്ലൂ കീ എടുത്തിട്ട് വരാം. ബ്ലൂ കീ എടുക്കാം. വേണ്ട വരുന്നു. എന്തുവാണ് ഞാൻ ആ ട്രാപ്പ് കിടക്കുന്ന കണ്ടിട്ട് പുറകോട്ടേക്ക് വന്നതാ വീണ്ടും. ഇത് ഭയങ്കര കഷ്ടമായി പോയി. നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ അടങ്ങൂ എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ചാവുന്ന വരെ നമ്മൾ ശ്രമിക്കും. നമ്മളങ്ങനെ ചെല്ലുകയാണ്. നമ്മൾ വേഗം തന്നെ ചെല്ലുകയാണ്. വേഗം പോവാം. വേഗം ആരുമില്ലെന്ന് തോന്നുന്നല്ലേ. വീണ്ടും എൻ്റെ പൊന്ന്. ഡേ 5. എന്ത് കഷ്ടമാണെന്നല്ലേ. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി ചാവാം. നമ്മൾ ഇതിൻ്റെ ജയിക്കുന്ന വീഡിയോ നമ്മൾ നാളെ ഇടും. നമുക്ക് നാളെ അടുത്ത പാർട്ടിൽ നമ്മൾ എന്തായാലും എസ്കേപ്പ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാകും കേട്ടോ. ഇത് കണ്ടത്
ഇവിടെ തന്നെ ഇരിക്കുക. ഗ്ലിച്ചടിച്ച പോലെ ഇത് ഗ്ലിച്ചടിച്ച അതേ വരുന്നു. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇവിടെ ഇവർ നമ്മളെങ്ങനെ കൊല്ലുന്നതെന്ന് നോക്കാം നമുക്ക്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം കളിക്കുന്നുണ്ട്, എങ്ങനെ ചാവുന്നതിനായി ഇതൊരു കണ്ടിട്ടില്ല. നോക്കി നോക്കട്ടെ. കൊള്ളല്ലോ. വേണ്ട, സെലൻറ്റിനയുടെ അമ്മയും ഉണ്ട് കേട്ടാ. വേണ്ട, ഇതെന്താ ചെയ്യാൻ പോണേ ഇനി തന്നെ? അപ്പൂപ്പൻ്റെ ബ്ലേഡ്. ഓ മൈ ഗോഡ്,